ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10-ാം അധ്യായത്തിൽ അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച ഭാഗം, ദൈവിക പ്രകാശനം ലഭിച്ച ശേഷം പിന്മാറിപ്പോയാൽ, പാപം ചെയ്താൽ, മനഃപൂർവ്വം പാപം ചെയ്താൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവർക്ക് ദൈവത്തിന്റെ ശിക്ഷയുണ്ട്, ബാലശിക്ഷയുണ്ട്. ദൈവം അവരെ ശിക്ഷിക്കുന്ന ദൈവമാണ് എന്നുള്ള പറഞ്ഞാണ് 31 വരെയുള്ള വാക്യം അവസാനിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. 32-ാം വാക്യം മുതലാണ് ഇന്ന് നമ്മുടെ വിഷയം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഈ പ്രായ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരാചരിച്ചു വന്ന യഹൂദ മര്യാദ, അവരാചരിച്ചു വന്ന പൗരോഹിത്യം, അത് ശ്രേഷ്ഠമാണെന്ന് കണ്ട് ക്രിസ്തു മാർഗത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാൻ, അവരുടെ വിശ്വാസം തണുക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ഈ ലേഖനം എഴുതുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ആരംഭ സമയത്ത് അവരെങ്ങനെയൊക്കെയായിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവരെ കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ നാം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നിന്ദകൾ, പീഡകൾ, കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും. സഫർ റിപ്രോച്ച് എന്ന് നമ്മൾ വായിക്കും. കൂത്തുകാഴ്ചയായി ഭവിച്ചു എന്ന് പറയുമ്പോൾ മെയ്ഡ് ആൻ ഓബ്ജക്ട് ഓഫ് റെഡിക്യൂൾ, മറ്റുള്ളവരെ നിന്ദിക്കുവാൻ ഒരു പൊതുസ്ഥലത്ത്, ഒരു പബ്ലിക് പ്ലേസിൽ. പണ്ട് കാലത്ത് റോമക്കാർ ഉണ്ടാക്കിയിരുന്ന കൊളോസിയം പോലെയുള്ള വലിയ സ്റ്റേഡിയത്തിലൊക്കെയും ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് പരസ്യ കോലമാക്കി നിന്ദയാക്കി തീർത്തതായ സന്ദർഭങ്ങളുണ്ട്. ഈ എബ്രായ ക്രിസ്ത്യാനികളും അത് സഹിച്ചവരാണ്, പെർസിക്യൂഷൻ സഹിച്ചവരാണ്. അവരെ കുറിച്ച് പറയുന്നു, നിന്ദയായിട്ട്, പീഡകളായി, കൂത്തുകാഴ്ചയായി ഭവിച്ചും അത് അവർക്ക് അനുഭവിക്കാതിരിക്കുന്നെങ്കിൽ അത് അനുഭവിക്കുന്നവരോട് സഹതാപം തോന്നുന്ന, അവർക്ക് കൂട്ടായ്മയായി തീരുന്നവരെയാണ് കാണുന്നത്. കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അവർക്കുണ്ടായിരുന്ന ഭൗതിക അവകാശം എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഹെറിറ്റൻസ്, അവർക്ക് ലഭിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയത് പോലും അവർ കൈയടക്കി. മറ്റുള്ളവർ, ഇവര് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട്, യേശുവിനെ പിൻപറ്റുന്നവരായതുകൊണ്ട്, എന്നാൽ അതെല്ലാം അവർ സന്തോഷത്തോടെ സഹിക്കുവാൻ വേണ്ടിയായി തീർന്നു. എന്നാൽ അങ്ങനെ ഇത്രയെല്ലാം സഹിച്ച്, ഇത്രയും നഷ്ടവും കഷ്ടവും നിന്നയും അപമാനവും എല്ലാം സഹിച്ചവരാണെങ്കിലും ആത്മീയ ജീവിതത്തിൽ അവർക്ക് വന്നതായ തണുപ്പ് നാം ചിന്തിച്ചു കഴിഞ്ഞു. അവർ സഭായോഗങ്ങളെ പോലും ഉപേക്ഷിക്കുവാനായിട്ട് തുടങ്ങി. ക്രിസ്തുവിന്റെ മാർഗം ഇതല്ല ശരി, പഴയ മോശയുടെ മാർഗമാണ് ശരി എന്ന് ചിന്തിച്ച് പിന്തിരിയുവാൻ അവർ തുടങ്ങിയപ്പോഴാണ് ഈ ലേഖനം എഴുതിയത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നാം ഓർത്തിരിക്കേണ്ടത്, നാം എത്ര ശക്തരായിരുന്നാലും, എത്ര വിശ്വാസ വീരന്മാരായിരുന്നാലും, നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ മാറ്റിക്കളയുവാൻ ഒക്കെ പിശാച് ശ്രമിക്കും. അത് കുറെ കാലമായി സീനിയോറിറ്റി ഒക്കെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ തകർന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, വലിയ ദൈവദാസന്മാരെയൊക്കെ വിമർശിക്കുന്ന ഒരു ലോകമാണ് നമ്മുടേത്. പഴയ കാലങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ദൈവദാസന്മാർ ഇന്ന് അവരുടെ കഷ്ടപ്പാടും പ്രയാസവും ഇല്ലാത്ത അവസ്ഥ, അല്ലെ അവര് പ്രതികൂലങ്ങൾ, അവരുടെ പീഡകളൊക്കെ ഇല്ലാത്ത അവസ്ഥ, ഭൗതികമായിട്ടൊക്കെ അവർക്ക് നന്മ, അവര് കുറച്ച് നന്നായിട്ടൊക്കെ ജീവിക്കുന്ന കാണുമ്പോഴൊക്കെ ആളുകൾ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ യഥാർത്ഥമായി ആ ദൈവദാസന്മാരുടെയൊക്കെ ആരംഭകാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അവർ കടന്നുപോയ അവസ്ഥകൾ, അവരുടെ പ്രയാസങ്ങളൊക്കെ എത്ര ഭയങ്കരമായിരുന്നു. നാം അതിന്റെ ഒരു അണുപോലും അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഇതിന്റെ എല്ലാ നടുവിൽ നാം ഓർത്തിരിക്കേണ്ടത്,
ദൈവസന്നിധിയിൽ ഭൂമിയിൽ നമുക്കുള്ള ആയുഷ്കാലം മുഴുവൻ നാം ഇവിടെ താഴോട്ട് വായിച്ചു വരുമ്പോൾ നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ആകയാൽ നമ്മുടെ പ്രത്യാശ തള്ളിക്കളയരുത്, നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. ആ ദൈവം നമുക്ക് തരാൻ പോകുന്ന പ്രത്യാശ ഓർത്തുകൊണ്ട് നന്നായി ജീവിക്കുവാൻ ഇടയാകണം. അതിനാവശ്യമായിരിക്കുന്നത് വിശ്വാസവും സഹിഷ്ണുതയുമാണ്. വിശ്വാസവും സഹിഷ്ണുതയുള്ളവരായി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നമുക്കെല്ലാം പെട്ടെന്ന് ലഭിക്കാനാണ് ആഗ്രഹം. ഈ ആഴ്ച നമ്മുടെയൊക്കെ കൊച്ചു റോഡുകളൊക്കെ ചിലരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു വലിയ കുഴപ്പമില്ല, ഇപ്രാവശ്യം നന്നായി ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഐസൊക്കെ ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ടെന്ന്. എന്നാൽ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ചിലരെ 311 വിളിച്ചു, സിറ്റിയെ വിളിച്ചോണ്ടേ അവര് പറഞ്ഞ മറുപടി പലരും വിളിച്ചവർക്കറിയാം. എന്താ അവര് പറഞ്ഞത്? ബി പേഷ്യൻസ്, ബി പേഷ്യൻസ്. ഈ 5 ദിവസത്തിനിടയിൽ 45 ഇഞ്ച് സ്നോ വീണപ്പോൾ ഞങ്ങളെ കൊണ്ട് അത് പ്രയാസം. സിറ്റിക്കാര് പറയുന്നത് പ്രയാസമായതുകൊണ്ട്, അവർക്ക് അത് എടുക്കാൻ വയ്യാത്തതിൽ കൂടുതലായതുകൊണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലും ഈ പേഷ്യൻസ് നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നാം പേഷ്യന്റ് ആയിരിക്കണം, സഹിഷ്ണുതയുള്ളവരായിരിക്കണം. പെട്ടെന്ന് എല്ലാ കാര്യവും പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ഉടനെ എല്ലാം കിട്ടിയെന്ന് വരത്തില്ല, ഉടനെ പ്രതികൂലങ്ങൾ മാറിപ്പോയെന്ന് വരത്തില്ല, ഉടനെ കഷ്ടതകൾ മാറിപ്പോയെന്ന് വരത്തില്ല. എന്നാൽ വിശ്വാസവും സഹിഷ്ണുത അത് നമുക്കുള്ളതാ, വിശ്വാസികൾക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ആ സഹിഷ്ണുതയുള്ളവരായിരിക്കുവാൻ നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. For you have need of endurance, so that when you have done the will of God, you may receive what was promised. അതെ, ഇനി അടുത്ത പറയുന്നു, ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അതാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് ചിന്തിച്ച പോലെ എബ്രായ ലേഖനത്തിന്റെ ഒരു തീം തന്നെ അതാണ്. നമുക്കൊരു വലിയ ഹോപ്പുണ്ട്, വലിയൊരു പ്രത്യാശ ഉണ്ട്. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതുകൊണ്ട് ഇനിയും ഈ പ്രയാസവും ഇതെല്ലാം നീങ്ങിപ്പോകുന്ന ഒരു സമയമുണ്ട് കർത്താവ് വന്നു കഴിയുമ്പോൾ. അതുകൊണ്ട് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള വാക്യമാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 4-ാം വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. The just shall live by faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. But my righteous one shall live by faith, and if he shrinks back, my soul has no pleasure in him. But we are not of those who shrink back to destruction, but of those who have faith to the preserving of the soul. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. നമുക്കറിയാം, ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, നാം ചിന്തിച്ചിട്ടുണ്ട്. ഈ ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ 2-ാം അധ്യായം 4-ാം വാക്യമാണ് പുതിയ നിയമത്തിലെ പല പുസ്തകങ്ങളുടെ ആധാരമായിരിക്കുന്നത്. ഇത് വേറെ 3 സ്ഥലങ്ങളിൽ പുതിയ നിയമത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മള് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം. ഗലാത്യ ലേഖനത്തിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഗലാത്യ ലേഖനത്തിലെ വിഷയം നമുക്കറിയാം, ജീവിതത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഷാൽ ലിവ്, ജീവിക്കുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇത് കാണുന്നുണ്ട്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് അവിടെ എഴുതിയിരിക്കുന്നത് നീതിമാനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ച്. പൗലോസ് വളരെ ശക്തമായി എഴുതിയിരിക്കുന്നു. പ്രത്യേകിച്ച് മാർട്ടിൻ ലൂതറിന് വളരെ കാത്തലിക്കിസം അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് മാറുവാൻ, വിശ്വാസ മാർഗത്തിലേക്ക് വരുവാൻ, ദൈവിക വിശ്വാസത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്ന വാക്യം അതാണ്. റോമർ 1:17. റോമാലേഖനത്തിലെ വിഷയം നീതിമാൻ എന്നുള്ളതാണ്, നീതീകരിക്കുന്ന. ഗലാത്യ ലേഖനത്തിലെ വിഷയം ജീവിക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നു വിശ്വാസത്തെ കുറിച്ചാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത് മൂന്ന് വിഷയങ്ങളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 39-ാം വാക്യം ഒന്നുകൂടെ വായിച്ച് ആ ഭാഗം തീർക്കട്ടെ. നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു.
ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് കിങ് ജെയിംസ് വേർഷനൊക്കെ നാം വായിച്ചാൽ ഗോ ഇൻ ടു പെർഡിഷൻ എന്നുള്ള ഒരു വാക്കാണ് എഴുതിയിരിക്കുന്നത്. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പല മീനിങ്ങുകളാണ് അതിനകത്തുള്ളത്. എന്തൊക്കെയുള്ള ഡിസ്ട്രക്ഷൻ, പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും ഡിസ്ട്രക്ഷൻ എന്നുള്ള വാക്ക് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പല വേദപണ്ഡിതന്മാരും എടുക്കുന്ന ഒരു പദം വേസ്റ്റ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുക, അല്ലെങ്കിൽ അത് പ്രയോജനശൂന്യമായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് പലരും എടുക്കുന്ന വാക്ക് അതനുസരിച്ച് നാം വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനുള്ളവരാണ്. എബ്രായ ലേഖനത്തിന്റെ വിഷയം തന്നെ എന്താണ്? ഗോ ഇൻ ടു മച്യൂരിറ്റി, ഗോ ഇൻ ടു പെർഫെക്ഷൻ. അതുകൊണ്ട് നാം പൂർണ്ണതയിലേക്ക്, മച്യൂരിറ്റിയിലേക്ക്, ആത്മീയമായ പക്വതയിലേക്ക് നാം പോകണമെന്നുള്ളതാണ് എബ്രായ ലേഖനത്തിലെ വിഷയമായിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുകയാണ്, അത് ആർക്കാണ് സാധിക്കുന്നത്? വിശ്വാസത്താൽ മുന്നേറുന്നവർക്കാണ് സാധിക്കുന്നത്. എന്നാൽ പിന്മാറിക്കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ വായിച്ച ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണല്ലോ, ഷ്രിങ്ക്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ ആത്മീയമായ വിശ്വാസത്തിൽ ഷ്രിങ്ക് ചെയ്താൽ, ചുരുങ്ങിപ്പോയാൽ, കുറഞ്ഞു പോയാൽ, തീഷ്ണത കുറഞ്ഞു പോയാൽ പെർഡിഷനാണ്, ഡിസ്ട്രക്ഷനാണ്, ലൈഫ് വേസ്റ്റ് ആണ്. അതുകൊണ്ട് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ എന്നൊക്കെ നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. അതാണ് ഈ 10ാം വാക്യത്തിലെ ആ എൻകറേജ്മെന്റ്, ആ വലിയ തോട്ട്, ആ വലിയ സത്യം അവിടെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള അധ്യായമാണ് എബ്രായ ലേഖനം 11ാമത്തെ അധ്യായം. എബ്രായ ലേഖനം 11ാമത്തെ അധ്യായം ചിലർ അതിനെ കുറിച്ച് പറയുന്നത് ഇത് ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബി പോലെയാണ്. വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധരായ ആളുകളുടെ ശവകുടീരങ്ങളുള്ള സ്ഥലമാണ്. അവിടെ അവരെ കുറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഭാഗ്യങ്ങളുണ്ട്. അവരുടെ കല്ലറയുടെ ഒക്കെ മുമ്പിൽ അവർ എന്ത് ചെയ്തു, ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു, അവർ ചെയ്ത ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തെളിയിച്ചിട്ട് അവരുടെ സാധാരണക്കാരെ ഒന്നും അവിടെ അടക്കിയിട്ടില്ല. വലിയ വലിയ ആളുകളുടെ ശവകുടീരങ്ങളാണ് അവിടെ ഉള്ളത് വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ. ആ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം പോലെയാണ് എബ്രായ ലേഖനം 11ാം അധ്യായത്തിൽ. വിശ്വാസ വീരന്മാരെയും വീരമതികളെയും ഈ 11ാം അധ്യായത്തിൽ കാണുന്നു. അവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവരെന്ത് ചെയ്തു, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ എബ്രായ ലേഖനം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളെ അതിന്റെ ഫൈനൽ സെക്ഷൻ ആയിട്ടാണ് നാം പഠിക്കുന്നത്. ഫൈനൽ സെക്ഷൻ ഏറ്റവും ഒടുവിലുള്ളതായ അവസാന ഭാഗമാണ്. ആ ഫൈനൽ സെക്ഷനിലെ വിഷയം, പ്രത്യേകിച്ച് 11ാം അധ്യായത്തിലെ വിഷയം, ഏറ്റവും ലോകത്തിലെ 11ാം അധ്യായം നമ്മൾ പഠിക്കാൻ പോയാൽ 11ാം അധ്യായം പഠിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അത് ദൈവത്തെങ്കിലുള്ള വിശ്വാസമാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The greatest power in the world, that is the faith in our Lord Jesus Christ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ആ ദൈവത്തെങ്കിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ്, സുപ്പീരിയർ പവർ, അതാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. 1 മുതൽ 6 വരെയുള്ള അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് യേശു ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റി, ദ സുപ്പീരിയർ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മോശയേക്കാൾ, അഹരോനേക്കാൾ, അഹരോന്റെ പുരോഹിതന്മാരെക്കാൾ, യോശുവയേക്കാൾ ഒക്കെ ശ്രേഷ്ഠൻ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ദ സുപ്പീരിയറിറ്റി, സുപ്പീരിയർ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചത് സുപ്പീരിയർ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ, മോശയുടെ ന്യായപ്രമാണത്തെക്കാൾ, അല്ലെങ്കിൽ ദ ഓൾഡ് കവണന്റിനേക്കാൾ, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനേക്കാൾ ശ്രേഷ്ഠനായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, സുപ്പീരിയർ പ്രീസ്റ്റ്ഹുഡ് ആണ് കാണുവാനായി സാധിക്കുന്നത്. ഇനി തുടർന്നുള്ള അധ്യായങ്ങളിൽ അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളതെന്നാണ് ലേഖനകാരൻ ഈ എബ്രായ ക്രിസ്ത്യാനികളോട് പറയുന്നത്. യേശുക്രിസ്തു ആ സുപ്പീരിയർ പേഴ്സൺ ആയിരിക്കുമ്പോൾ, സുപ്പീരിയർ പ്രീസ്റ്റ് ആയിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ ആശ്രയം വെച്ചതായ ഒരു ദൈവവൈതലിന് തിരികെ പോകാൻ ഒരു ചാൻസും ഇല്ല. കാരണം ജൂഡായിസത്തിലേക്കോ, മോശയുടെ മാർഗത്തിലേക്കോ, അഹരോന്യ പൗരോഹിത്യത്തിലേക്കോ ഇത് പോകേണ്ട ഒരു വിഷയമില്ല. കാരണം ഒരു സുപ്പീരിയർ പേഴ്സണായി ക്രിസ്തു നമ്മുടെ മുമ്പിലുണ്ട്. സുപ്പീരിയർ പൗരോഹിത്യത്തിന്റെ, പ്രീസ്റ്റ്ഹുഡിന്റെ ഭാഗമായി നാം തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ പൂർണ്ണതയിലേക്ക്, ആ ശ്രേഷ്ഠതയിലേക്ക് നാം പോകണം എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അങ്ങനെ ചെയ്ത വീരന്മാരെയാണ്, വീരമതികളെയാണ്
രീതിയിലാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചില ആളുകൾ ഈ പഠിക്കുന്നത് 10-ാം അധ്യായത്തിന്റെ ഒടുവിൽ നാം പഠിച്ച ആ വാക്യത്തിന്റെ ഒരു വിശദീകരണമാണിത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, മൈ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് എന്നുള്ളതിന്റെ ഒരു വലിയ പ്രസംഗമാണ് 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളെയും ഓരോ വിശ്വാസികളെയും ഈച്ച് ബിലീവറിനെയും ദൈവം വിളിച്ചിരിക്കുന്നത് വിശ്വാസത്താൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ലിവ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ജീവിക്കുക. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും വിശ്വാസത്താൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. വിശ്വാസത്താലുള്ള ജീവിതത്തെ കുറിച്ചുള്ളതായ 2 ടോപ്പിക്കുകളാണ്, 2 ഹെഡിങ്ങുകളാണ് ഈ 11-ാം അധ്യായത്തിലെ വിഷയം. ഒന്നാമത്തെ വിഷയം 1 മുതൽ 3 വരെയാണ്. 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുന്നത് വിശ്വാസ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. അത് എന്താണ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. നിർവചനം എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അതൊരു ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതിയിരിക്കും, ഡെഫിനിഷനായിട്ട് പലതിനെ കാണാറുണ്ട്. എന്നാൽ ആ വാക്യങ്ങൾ വിശ്വാസത്തിന്റെ ഒരു ഡെഫിനിഷൻ അല്ല, വിശ്വാസത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ത് ചെയ്യും, വിശ്വാസം ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ. രണ്ടാമത്തെ ഭാഗം 4 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. 11-ാം അധ്യായത്തിന്റെ 4 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ എല്ലാം വിശ്വാസത്തിന്റെ പ്രദർശനമാണ്. ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫെയ്ത്ത് ആണ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫെയ്ത്ത് ആണ് 1 മുതൽ 3 വരെയുള്ള വാക്യം. ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫെയ്ത്ത് ആണ് 4 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. എബ്രായർ 11-ന്റെ 1 മുതൽ 3 വരെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ വേദപുസ്തകം പ്രസ്താവിക്കുന്ന വിശ്വാസവും ലോകം പ്രസ്താവിക്കുന്ന വിശ്വാസവും തമ്മിൽ വ്യത്യാസമാണ്. ഇവിടെ വിശ്വാസം, ബൈബിൾ ഫെയ്ത്ത് അല്ലെങ്കിൽ വേദപുസ്തകം പ്രസ്താവിക്കുന്ന വിശ്വാസം ജസ്റ്റ് ഒരു ഊഹം കൊണ്ട് പറയാനല്ല, ഓപ്റ്റിമിസം അല്ല, ബ്ലൈൻഡ് ഓപ്റ്റിമിസം അല്ല, അങ്ങനെ ഹോപ്സോ അങ്ങനെ വിചാരിക്കുന്നു എന്നുള്ളതല്ല, ഉറപ്പാണ്. അതൊരു ഫീലിംഗ് ആയിട്ടല്ല, അതൊരു നിശ്ചയമായ കാര്യമായിട്ടാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇവിടെ നാം കുറച്ച് ആഴമായിട്ട് പഠിച്ചു വരുമ്പോൾ വേദപുസ്തകം നമ്മോട് പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിലെ വിശ്വാസം, ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട വിശ്വാസം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ദൈവദാസൻ പറയുന്നത് ട്രൂ ബൈബിൾ ഫെയ്ത്ത് ഈസ് കോൺഫിഡന്റ് ഒബീഡിയൻസ് ടു ഗോഡ്സ് വേർഡ് ഇൻ സ്പൈറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് ആൻഡ് കോൺസിക്വൻസസ്. ദൈവവചനത്തിൽ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവവചനത്തിലൂടെ ദൈവം പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ യാതൊരു ചോദ്യം ചെയ്യാതെ എന്താ അതുകൊണ്ട് വരാൻ പോകുന്നതെന്നോ അതിന്റെ ഫലം എന്താണെന്നോ അതനുസരിക്കുവാൻ സാഹചര്യം നല്ലതാണോ എന്നുള്ള വിഷയമല്ല, ദൈവം പറഞ്ഞതായതുകൊണ്ട് അനുസരിക്കുന്നു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ബൈബിൾ പറയുന്ന വിശ്വാസം അങ്ങനെയാണ്. അത് വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെയെല്ലാം പറയുന്നതിന്റെ ചുരുക്കം ഇത്, നമ്മള് നേരത്തെ ഈ അടുത്ത ദിവസങ്ങളെല്ലാം പഠിച്ചതിന്റെ ചുരുക്കം ഇതാണ്. ഗോഡ് സ്പീക്സ്, ഹൗ വി റെസ്പോണ്ട്. ദൈവം സംസാരിക്കുന്നു, നാം എങ്ങനെ അത് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇവിടെ പറയുന്നത് ദൈവം തന്റെ വചനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്, നാം ആ വചനം അതുപോലെ വിശ്വസിക്കണം, അതുപോലെ ഏറ്റെടുക്കണം. ഏത് സാഹചര്യം എന്നുള്ളതല്ല വിഷയമായിരിക്കുന്നത്. ഇറ്റ് മേ ബി ഇമ്പോസിബിൾ. നമുക്കറിയാം, ഇത് നമ്മൾ പഠിച്ചു വരാൻ പോവുകയാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്തു, പക്ഷേ സാഹചര്യം ഇമ്പോസിബിൾ, കഴിയത്തില്ല, സാധിക്കാത്ത കാര്യമാണ്. സാറയോട് പറഞ്ഞു. സാറയെ സംബന്ധിച്ചിടത്തോളം സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത് ദൈവം പ്രോമിസ് ചെയ്തതിന്റെ ഡെഡ്ലി അഗൻസ്റ്റ് ആണ്, ഇതൊട്ടും യോജിക്കാത്തതാണ്. പക്ഷേ അവർ വിശ്വസിച്ചു, ദൈവ നീതിയായി കണക്കിട്ടു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കോൺസിക്വൻസസ് എന്ന് അവർ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ഈ വേദപുസ്തകം നമ്മൾ 11-ാം അധ്യായം താഴോട്ട് വായിച്ചു വരുമ്പോൾ അനേക ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, പേര് പറയാതെയും പറഞ്ഞിട്ടുണ്ട്.
അവരെല്ലാം ചെയ്തത് എന്താണെന്ന് അറിയാമോ? ദൈവം പറഞ്ഞതായതുകൊണ്ട് ഇതിന്റെ കോൺസിക്വൻസ്, ഇതുകൊണ്ട് തല പോകേണ്ടി വന്നാലും, ഇതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടമാകേണ്ടി വന്നാലും, ഇതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നിരുന്നാലും ഞാനത് അനുസരിക്കും, ഞാനത് ചെയ്യും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. കോൺസിക്വൻസസ് അത് ചിലപ്പോൾ അൺനോൺ ആയിരിക്കും, അത് കാണാൻ കഴിയാത്ത രീതിയിലുള്ളതായിരിക്കും, അത് വളരെ വലുതായതായിരിക്കും, മനസ്സിലാക്കാൻ കഴിയാത്തതായിരിക്കും. എന്നാൽ എന്തു വന്നിരുന്നാലും ദൈവം പറഞ്ഞതായതുകൊണ്ട് അതുപോലെ ഞാനത് വിശ്വസിക്കും, അത് ഞാൻ ചെയ്യും. ദൈവം പറഞ്ഞത് റൈറ്റ് ആയിട്ടുള്ള കാര്യം, ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യും. അതാണ് ഇവിടെ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസമാണ് നമുക്ക് ഇവിടെ കാണുവാൻ തക്ക ഇടയായിത്തീരുന്നത്. അവിടെ ഈ 3 പദങ്ങളാണ് പ്രത്യേകിച്ച് നാം വായിച്ച ഭാഗത്ത് വിശ്വാസത്തെ കുറിച്ച് സമ്മറൈസ് ചെയ്ത് പറയുന്നത്. 3 പദങ്ങൾ എന്തൊക്കെയാണ് അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ? ഒന്ന്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ്, സബ്സ്റ്റൻസ് എന്ന് കിഞ്ചേഴ്സ് വേഴ്സണൽ. അഷ്വറൻസ് എന്നാണ്, കോൺഫിഡന്റ് അഷ്വറൻസ് എന്ന് ചില ട്രാൻസ്ലേഷനില്, സോളിഡ് ഗ്രൗണ്ട് എന്ന ചില ട്രാൻസ്ലേഷനില്, ടൈറ്റിൽ ഡീഡ് എന്നാണ് ചില ട്രാൻസ്ലേഷൻ, ബീയിങ് ഷുവർ ഓഫ് തിങ്സ്. അപ്പോൾ വിശ്വാസം എന്നുള്ളത് ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പല അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്നുണ്ടല്ലോ, ഇത് സോളിഡ് ഗ്രൗണ്ട്. ഒരു വിശ്വാസിയുടെ, ഒരു ദൈവത്തിന്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അവന്റെ കാൽ ഉറപ്പിച്ചിരിക്കുന്നിടമാണ്. ഒരു വീടിന് ഫൗണ്ടേഷൻ എത്രത്തോളം ആവശ്യമാണോ, ഒരു വീടിന്റെ ഉറപ്പ് അവന്റെ ഫൗണ്ടേഷനിൽ ആശ്രയിച്ചിരിക്കുന്നത് പോലെ ഒരു വിശ്വാസിയുടെ, ഒരു ബിലീവറിന്റെ, ഒരു ദൈവവേദലിന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത് വിശ്വാസത്തിന്മേലാണ്. മറന്നു പോകരുത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുമെന്നും രോഗസൗഖ്യം തരുമെന്നും പറയുന്ന വിശ്വാസമല്ല. ദൈവം പറഞ്ഞു, ഈ വചനത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ഞാൻ അനുസരിക്കും. പ്രതികൂലം എന്തു ആയിക്കൊള്ളട്ടെ, പ്രശ്നങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലായിരിക്കട്ടെ, ഞാനത് ചെയ്യും. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള ഉറപ്പ്, ഇതാണ് നാം കാത്തു സൂക്ഷിക്കേണ്ട വിശ്വാസം. ഇനി അടുത്ത കാര്യങ്ങൾ ഞാൻ ഇനി പറയാം. നിശ്ചയം, സാക്ഷി, 3 പദങ്ങളാണ്. ഒന്ന് ഉറപ്പ്, നിശ്ചയം, സാക്ഷി, അല്ലെങ്കിൽ സബ്സ്റ്റൻസ്, എവിഡൻസ്, വിറ്റ്നസ്. സബ്സ്റ്റൻസിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. ഇത് എബ്രായ ഭാഷയിൽ ശരിയായി വേദപണ്ഡിതന്മാർ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ, പ്രത്യേകിച്ച് ഗ്രീക്ക് ഭാഷയിലെ ട്രാൻസ്ലേഷനിൽ നിന്ന് വന്ന ഒരു പദമാണ് ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്നത്. ടൈറ്റിൽ ഡീഡ്, ടൈറ്റിൽ ഡീഡ് നമുക്കറിയാം. എന്താ ടൈറ്റിൽ ഡീഡ്? മറ്റ മലയാളത്തിൽ പറഞ്ഞ ആധാരം. നമ്മുടെ വീട്ടിൽ, ഇവിടെ അമേരിക്കയിൽ ടൈറ്റിൽ ഡീഡ് കാര്യമാണ്, പക്ഷെ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതുവരെ ടൈറ്റിൽ ഡീഡ് കാണാത്തവരും ഒക്കെ ഇവിടെ കാണും, വീടുള്ളവരൊക്കെ. എന്നാൽ ഈ ടൈറ്റിൽ ഡീഡ് വളരെ അർത്ഥമുള്ളതാണ്. ഇന്ത്യയിൽ പോയി മിഷണറി വർക്ക് ചെയ്ത ഒരു ദേവദാസൻ, നെയ്സ്മിത്ത് എന്ന് പറയുന്ന സ്കോട്ട്ലൻഡ് മിഷണറി, അദ്ദേഹം ഇന്ത്യയിൽ നാർസപ്പൂർ, എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, നാർസപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തിരുനാൾ മിഷൻ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം എഴുതിയ ഈ വാക്യത്തെ കുറിച്ച് എഴുതിയ ഒരു ഇല്ലുസ്ട്രേഷൻ, അതായത് ഉദാഹരണമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ വായിച്ചു വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യം. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ തെക്കേ ഇന്ത്യയില്, സൗത്ത് ഇന്ത്യയില് ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പോലെ തന്നെയാണ്. പറഞ്ഞു, അവർക്ക് കുറച്ച് സ്ഥലം കാണും, അതിന്റെ നടുക്കൊരു വീട് കാണും, അതിന്റെ ഭിത്തിയൊക്കെ മണ്ണായിരിക്കും, അതിന്റെ മേക്കൂരയൊക്കെ പുല്ല് മേഞ്ഞതായിരിക്കും, അവിടെ ഒത്തിരി ഫർണിച്ചർ ഒന്നും കാണത്തില്ല, ആ വീടിന് ചുറ്റും അവർക്ക് കപ്പ കാണും, അവർക്ക് നെല്ല് കാണും. ഇതെല്ലാം നമ്മുടെ സ്റ്റോറിയാ അല്ലെ? നാട്ടിൻപുറത്തെ നമ്മുടെ സ്റ്റോറിയാ പറയുന്നത്. അവര് എന്നിട്ട് പറയാണ്, ഒത്തിരി ഫർണിച്ചർ ഒന്നും കാണത്തില്ല, കുറച്ച് ഫർണിച്ചർ, ഒരു കൊച്ചു ഒരു കട്ടില് കാണും, ഒരു മേശയും 2 കസാറയൊക്കെ കാണും, ഇത്രേ കാണുള്ളൂ. എന്നാൽ അദ്ദേഹം പറയാണ്, അവരുടെ വീട്ടിൽ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ അറിയാം, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ഫർണിച്ചറേ ഉള്ളെങ്കിലും ആ വീട്ടിൽ ഒരു വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഫർണിച്ചറുണ്ട്. അത് വായിച്ചു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് അതിന്റെ പേര്, നമ്മൾ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? കാൽപ്പട്ടി എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് അതിനെ കുറിച്ച് പറയുന്നത്, ഇത്ര അടി നീളം കാണും, ഇത്ര ഇഞ്ച് വീതി ഉണ്ട്. അതിനകത്ത് അവർ പറയുന്നത്, അതിനകത്ത് വെക്കാനായിട്ട് അവർക്ക് വില കൂടിയ സാധനമൊന്നും കാണത്തില്ല. പക്ഷേ ഈ 50 സെന്റ് ഭൂമിയെ ഉള്ളെങ്കിലും അതിന്റെ ആധാരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ വിലയേറിയ കാൽപ്പട്ടിക്കകത്തായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ അപ്പച്ചൻ, വല്യപ്പച്ചന്റെ പേരില്ല, എന്നാലും ആ ആധാരം അതിനകത്തൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും കണ്ടിട്ടുമില്ല. പിന്നെ വല്ല പഴയ തുണികളും വല്ലതുമേ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഈ കാൽപ്പെട്ടിക്കകത്ത് ഇത്ര ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ടൈറ്റിൽ ഡീഡ്, ആധാരം എന്ന് പറയുന്ന പോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന മിക്കവരുടെ ഇവിടെ അവരുടെ മാതാപിതാക്കളൊക്കെ ആദ്യമേ വിശ്വാസത്തിൽ വന്നവരൊക്കെ അവർക്ക് അധികം വിദ്യാഭ്യാസം ഇല്ലായിരുന്നെങ്കിലും അവർക്ക് ലോകപ്രകാരം വലിയ സ്ഥാനവും പദവിയൊന്നും ഇല്ലായിരുന്നെങ്കിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി ദൈവം പറഞ്ഞതായതുകൊണ്ട് അതിനപ്പുറത്ത് ആര് പറയുന്നവർക്ക് വിഷയമായിരുന്നിട്ടില്ല. ഭരണാധികാരി പറയുന്നതോ സഭാ നേതാവ് പറയുന്നോ, നീ കുടുംബത്തിൽ നിന്ന് തന്നെ ബഹിഷ്കരിക്കപ്പെട്ട എത്രയോ പേരുണ്ട്, ജീവിതത്തിലെ നന്മകളൊക്കെ നഷ്ടമാക്കി തീർത്തവർ എത്രയോ പേരുണ്ട്. കാരണം എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട്, ദൈവം പറഞ്ഞതായതുകൊണ്ട്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്, അതാണ് ഉറപ്പെന്ന് പറയുന്നത്, സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ ഉറച്ച് ഈ അന്ത്യനാളുകളിൽ ജീവിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ. നമ്മുടെ തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. 2010 നാം വന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു പേരുണ്ട്, വിശ്വാസി എന്നുള്ള പേരാണ്, ബിലീവർ എന്നാണ്. എന്നാൽ നമുക്ക് ലോകത്തിലെ ഒത്തിരി കാര്യങ്ങൾ വിശ്വാസമാണ്. നാം ഓടിക്കുന്ന കാറിനെ നമുക്ക് വലിയ വിശ്വാസമാണ്. നാം ജീവിക്കുന്ന ഇടങ്ങൾ, നാം ദിവസവും നാം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് വലിയ വിശ്വാസമാണ്. ചിന്തിച്ചാൽ ഭയം തോന്നുന്ന പ്ലെയിനിലെ യാത്ര, ടേക്ക് ഓഫ്, ലാൻഡിങ്, ഇതൊക്കെ നമുക്ക് വലിയ വിശ്വാസമാണ്. എന്നാൽ ദൈവം പറഞ്ഞത്, ദൈവം കൽപ്പിച്ചത്, ദൈവത്തിന്റെ വചനം അതുപോലെ ഏറ്റെടുക്കാൻ, അതുപോലെ അനുസരിക്കാൻ പലപ്പോഴും നാം മടി കാണിക്കാറുണ്ട്. ഇന്ന് പലക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് തിരിച്ചു നോക്കാം. നമുക്ക് എവിടെയെല്ലാമാണ് വീഴ്ചകളുള്ളത്. വേദപുസ്തകത്തിലെ ദൈവദാസിദാസന്മാർ വിശ്വാസത്തിന് വേണ്ടി, ദൈവം പറഞ്ഞതിനു വേണ്ടി, ദൈവം കൽപ്പിച്ചതിനു വേണ്ടി, ആ കമാൻഡ്മെന്റിന് വേണ്ടി ധൈര്യമായി നിന്നു. ദൈവം വാഗ്ദത്തം ചെയ്തു, അതുപോലെ നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചു. സാഹചര്യം അവർ നോക്കിയില്ല, അവർ കോൺസിക്വൻസസ് നോക്കിയില്ല, എന്തെല്ലാം വരാൻ പോകുന്നു അവർ ചിന്തിച്ചില്ല. ആഴിയൊന്നും ഓർത്തില്ല, ആഴ വരാനില്ല. അവർ ഇറങ്ങി കാലെടുത്തു വെച്ചു. ലോകം അവരെ പരിഹസിച്ചു, ലോകക്കാർ അവരെ നിന്ദിച്ചു, ലോകം അവരെ കണ്ട് ചിരിച്ചു. എന്നാൽ ദൈവം അവർക്ക് സാക്ഷി നിന്നു. അതാണ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന വിഷയം. ദൈവം അവരോടുകൂടെ നിന്ന് അത്ഭുതങ്ങളെ ചെയ്തു. ദൈവമക്കളെ, ഈ ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം, അവന് വേണ്ടി ജീവിക്കാം. ഏറ്റവും നമ്മുടെ വിശ്വാസം, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം അതാണ്. നമ്മുടെ വിശ്വാസം ഗ്രോ ചെയ്യാൻ, വിശ്വാസം വർദ്ധിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. walk with the faithful one. വിശ്വസ്തനായവരോട് ചേർന്ന് നടക്കുക. വിശ്വസ്തൻ ഒരുവരേ ഉള്ളൂ, നമ്മുടെ ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് മറ്റാരെയും നോക്കാതെ, സാഹചര്യം നോക്കാതെ, കർത്താവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കർത്താവിനാൽ പിടിക്കപ്പെട്ടവരായി ധൈര്യത്തോടെ മുന്നോട്ട് വിശ്വാസയാത്ര ചെയ്യുവാൻ ഇന്ന് പലകാലം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.